സമസ്ത ലീഗ് തർക്കത്തിൽ പരിഹാരമായില്ല. ഇരുപക്ഷവും ചേർന്ന് നടത്തിയ സമവായ ചർച്ച പരിഹാരം കാണാതെ പിരിഞ്ഞു. സിഎസിയുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമസ്ത നേതാക്കൾ. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഇംതിയാസ്, സമസ്ത നിലവിലുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇനിയും സമവായം ഒരുപാട് ദൂരെയാണെന്ന് മനസ്സിലാകുന്നു. എങ്ങനെയായിരിക്കും അടുത്ത നീക്കങ്ങൾ? അക്ഷയ ആര്യ, തീർച്ചയായിട്ടും ഈ സമസ്ത ലീഗ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നു, അനുരഞ്ജന ചർച്ചകളൊന്നും ഫലം കാണുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്നലെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ഹോട്ടലിലായിരുന്നു അനുരഞ്ജന ചർച്ചകൾക്കായിട്ട് 10ഓളം നേതാക്കൾ ഇരുന്നിരുന്നത്. ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ പാണക്കാട് സാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ ഉടനെ തന്നെ തിരിച്ചെടുക്കണം ഒരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊരു പക്ഷേ അത് ചർച്ച ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, അതിലൊരു തീരുമാനമായില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. അത് വീണ്ടും പരിഗണിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു അവിടെ ഉയർന്ന ഒരു കാര്യം. രണ്ടാമത്തേത് CIC-യുമായിട്ട് ഒത്തുപോകാൻ ഒരു സമസ്ത നേതാക്കൾക്ക് കഴിയില്ല. അത് ഹക്കീം ഫൈസി ആദർശേരിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാട് CIC-യിൽ വെക്കുമ്പോൾ അത് ഒരിക്കലും സമസ്തക്ക് അനുയോജ്യമായ നിലപാടല്ല, അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു രണ്ടാമത്തെ കാര്യവും അവിടെ പറഞ്ഞു. ഇതാണ് ഒരിക്കലും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്നലെയും ആ യോഗം പിരിഞ്ഞത്. അതോടൊപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിരന്തരമായിട്ട് സമസ്ത നേതാക്കൾക്കെതിരെ സമസ്തക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണം. ഇനിയും അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ശക്തമായ നടപടിയെടുക്കും, മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നൊരു കാര്യമാണ് ജിഫ്രി തങ്ങൾ ഇനി ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ പഠിക്കാനും ഇതിൽ പരിഹാരം കാണാനും നിലവിൽ ഒരു സമിതിയുണ്ട്. ആ സമിതി ഇനിയും ചർച്ചയ്ക്കിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടങ്ങളിലൊക്കെ ഇനിയും ചർച്ചകൾ ഉണ്ടാകും എന്നറിയുന്നു. പക്ഷേ ഇത് നിലവിൽ എന്തായാലും ഒരു ധാരണയിലേക്ക്, ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല.